നമസ്കാരം. പ്രധാന വാർത്തകൾ. രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കി. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസ് പുറത്താക്കി. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് കോൺഗ്രസ് കടുത്ത നടപടിയിലേക്ക് കടന്നത്. ഇടുക്കി ജലവൈദ്യുത നിലയത്തിലെ അറ്റകുറ്റപ്പണി പൂർത്തിയായി. ബട്ടർഫ്ലൈ വാൾവ് തുറക്കും. ജാഗ്രതാ നിർദ്ദേശം നൽകി. നാളെ വൈകിട്ടോടെ വൈദ്യുതി ഉൽപാദനം തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ട്രയൽ റണ്ണുകൾ പുരോഗമിക്കുകയാണ്. ഇതോടെ തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പവർ ഹൗസിൽ നിന്നുള്ള കനാലിലൂടെ ഏത് സമയത്തും വെള്ളം പുറത്തേക്ക് ഒഴുക്കും. മലങ്കര ഡാമിന്റെ ഷട്ടറുകളും തുറക്കും. ശബരിമല തീർത്ഥാടകരുടെ വാഹനത്തിന് തീപിടിച്ചു. ദർശനത്തിനായി പോയവരുടെ വാഹനമാണ് പമ്പ ചാലക്കയത്തിന് സമീപം വെച്ച് തീപിടിച്ചത്. ഹൈദരാബാദ് സ്വദേശികളാണ് ടാക്സി കാറിൽ ഉണ്ടായിരുന്നത്. പുക ഉയരുന്നത് കണ്ട് തീർത്ഥാടകരെ വേഗം പുറത്തേക്ക് ഇറക്കിയതിനാൽ അപകടം ഒഴിവായി. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചെങ്കടലിൽ കപ്പലാക്രമണം. യമൻ തടഞ്ഞുവെച്ച മലയാളിയെ മോചിപ്പിച്ചു. യമൻ തടഞ്ഞുവെച്ച മലയാളി അനിൽകുമാർ രവീന്ദ്രനെയാണ് മോചിപ്പിച്ചത്. ആലപ്പുഴ കായംകുളം സ്വദേശിയാണ്. അനിൽകുമാർ രവീന്ദ്രനെ മസ്കറ്റിൽ എത്തിച്ചതായും ഉടൻ ഇന്ത്യയിലേക്ക് മടങ്ങുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ചെങ്കടലിൽ ഹൂതി വിമതരുടെ ആക്രമണത്തിൽ തകർന്ന ചരക്ക് കപ്പലിലെ അംഗമായിരുന്നു അനിൽകുമാർ രവീന്ദ്രൻ. കപ്പലിലെ മറ്റ് 10 പേരെയും മോചിപ്പിച്ചു. താൻ യമനിലുണ്ടെന്ന് അനിൽകുമാർ കുടുംബത്തെ അറിയിച്ചെങ്കിലും പിന്നീട് വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തൃശൂർ കുന്നംകുളം ചൂണ്ടലിൽ സ്കൂൾ ബസും കാറും കൂട്ടിയിടിച്ച അപകടം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഇന്ന് രാവിലെ 9 മണിയോടെ ചൂണ്ടൽ പാലത്തിന് സമീപത്താണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ വരികയായിരുന്ന സ്കൂൾ ബസും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. അപകടത്തിൽ ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റ സ്കൂൾ വിദ്യാർത്ഥിനികളെ കുന്നംകുളം സ്വകാര്യ ആശുപത്രിയിലും കാർ യാത്രക്കാരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കാർ യാത്രക്കാരുടെ നില ഗുരുതരമാണ്. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കടത്തിയ കേസ് പത്മകുമാർ വീണ്ടും പ്രതി. പത്മകുമാറിന്റെ അറിവോടെയാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കടത്തിയതെന്ന് SIT കണ്ടെത്തിയതിന് പിന്നാലെയാണ് SIT പ്രതി ചേർത്തത്. ഡിസംബർ 2-ന് SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജയിലിലെത്തി പത്മകുമാറിനെ ചോദ്യം ചെയ്തത്. ഇതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നേരത്തെ കട്ടളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിലാണ് പത്മകുമാർ അറസ്റ്റിലായത്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് അനുവാദം കൊടുത്തത് പത്മകുമാറാണ്. ബോധപൂർവമായിട്ടാണ് പത്മകുമാർ ഇക്കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ 6 മാവോയിസ്റ്റുകളെ കൂടി വധിച്ച് സുരക്ഷാ സേന. ഇതോടെ കഴിഞ്ഞ 2 ദിവസത്തിനിടെ വധിച്ച മാവോയിസ്റ്റുകളുടെ എണ്ണം 18ആയി. ഇന്നലെ ആരംഭിച്ച ഓപ്പറേഷനിൽ 3 ജവാന്മാർ വീരമൃത്യു വരിച്ചിരുന്നു. പരിക്കേറ്റ 2 ജവാന്മാർ അപകടനില തരണം ചെയ്തുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മാവോയിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് ഓട്ടോമാറ്റിക് റൈഫിളുകൾ അടക്കം നിരവധി ആയുധങ്ങൾ കണ്ടെടുത്തു. വനമേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. ജൂനിയർ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. കോഴിക്കോട് പേരാമ്പ്രയിലെ സ്വകാര്യ കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥി മർദ്ദിച്ചതായി പരാതി. 2ാം വർഷ BCom ഫിനാൻസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷാക്കിറിനെ മർദ്ദിച്ചെന്നാണ് പരാതി ഉയർന്നത്. വിദ്യാർത്ഥി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുഹമ്മദ് ഷാക്കിറിന്റെ വലത് കണ്ണിന് താഴെയുള്ള എല്ലിന് പൊട്ടലുണ്ട്. ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതായി കുടുംബം പറഞ്ഞു. സത്യത്തിന്റെ വിജയം. നീതി ലഭിക്കാൻ നിമിത്തമായതിൽ സന്തോഷിക്കുന്നു. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളുകയും കോൺഗ്രസ് സംഘടനയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത നടപടി സ്ത്രീകളുടെ വിജയമെന്ന് നടി റിനി ആൻ ജോർജ്. തന്റെ തുറന്നു പറച്ചിലിന് പിന്നാലെ സൈബർ ആക്രമണം ഉൾപ്പെടെ വലിയ അധിക്ഷേപം നേരിട്ടു. താൻ ഉന്നയിച്ച ആക്ഷേപം വെറും കഥകളാണ് എന്ന നിലയിലായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രചാരണം. എന്നാൽ അവ വെറും കഥകളല്ല എന്നതിന്റെ ആദ്യ സൂചനയാണ് കോടതി ഇടപെടലിലൂടെ വ്യക്തമാകുന്നതെന്നും അവർ പറഞ്ഞു. രാഹുൽ ഒളിവിൽ തന്നെ. പോലീസ് സംഘം കോടതി പരിസരത്ത് നിന്ന് മടങ്ങി. ജഡ്ജിയും മടങ്ങി. ഹോസ്ദുർഗ് കോടതി ജഡ്ജിയും കോടതി പരിസരത്ത് സജ്ജമായിരുന്ന
പോലീസ് സന്നാഹവും മടങ്ങിയതോടെ ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കീഴടങ്ങിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെ കുടകിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന രാഹുൽ കീഴടങ്ങിയേക്കുമെന്നും കാസർഗോഡേക്ക് എത്തുമെന്നുമായിരുന്നു അഭ്യൂഹങ്ങൾ. ഹോസ്ദുർഗ് കോടതി പരിസരത്ത് പോലീസിനെ വിന്യസിച്ചതോടെ അഭ്യൂഹം ശക്തിപ്പെടുകയായിരുന്നു. രാഹുൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായെന്നും സ്ഥിരീകരിക്കാത്ത വിവരം വന്നിരുന്നു. രാഹുലിനെ കാത്ത പൊതിച്ചോറുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകരും കോടതി പരിസരത്തെത്തിയിരുന്നു. രാഹുലിൽ നിന്ന് പട്ടിണി കിടക്കേണ്ടി വരില്ലെന്നും ഡിവൈഎഫ്ഐ പൊതിച്ചോറ് കൊടുക്കുമെന്നുമായിരുന്നു പരിഹാസം.